രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ ബി.ജെ.പി. സംസ്ഥാന സമിതി യോഗം ഇന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് ജെ.പി. നദ്ദ ഉദ്ഘാടനം ചെയ്യും. പുതിയ നേതൃത്വത്തിന്റെ ക്രൈസ്തവ പ്രീണന നയത്തിനെതിരെ വിമർശനമുയരും. യുവമോർച്ചയിലെ ഉൾപ്പെടെ ഭാരവാഹി പുനഃസംഘടനയിലെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്കെതിരെ വി മുരളീധരൻ വിഭാഗം വിമർശനം ഉന്നയിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയും ഒരു വിഭാഗം ചർച്ചയാക്കും. എയിംസ് വിഷയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാർട്ടി നിലപാടിന് വിരുദ്ധമായി സംസാരിക്കുന്നതിനുള്ള അതൃപ്തി നേതാക്കൾ ജെ.പി. നദ്ദയെ അറിയിക്കും. ലിജോയുടെ വിവരങ്ങൾ നൽകാനായി ലിജോ, രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷമുള്ള ആദ്യ നേതൃയോഗം, ആ നേതൃയോഗത്തിൽ തന്നെ സംസ്ഥാന അധ്യക്ഷനെതിരെ പല വിമർശനങ്ങൾ പല തരത്തിൽ ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. ലിജോ അടക്കം അത് റിപ്പോർട്ട് ചെയ്തതുമാണ്. യോഗം എപ്പോഴാണ് ആരംഭിക്കുന്നത്? ഈ വിമർശനങ്ങൾക്കുള്ള നിലപാട് എന്തായിരിക്കും പാർട്ടി അധ്യക്ഷനുള്ളത്? ഏത് തരത്തിലുള്ള വിമർശനങ്ങളായിരിക്കും ഈ യോഗത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യതയുള്ളത്? മറ്റു വിശദാംശങ്ങൾ. 3 മണിയോടുകൂടെയാണ് കൊല്ലത്തെ സ്വകാര്യ ഹോട്ടലിൽ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃയോഗം ആരംഭിക്കുന്നത്. പുനഃസംഘടന, അതായത് വിവിധ മോർച്ചകളുടെ ഉൾപ്പെടെ പുനഃസംഘടനയ്ക്ക് ശേഷം ചേരുന്ന ആദ്യ സംസ്ഥാന സമിതി യോഗമാണ്. അതിൽ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ തന്നെ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. കുറച്ചു സമയം അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തതിനു ശേഷം മാത്രമേ പോകൂ എന്നുള്ളത് തന്നെയാണ് പറയുന്ന കാര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. അത് തന്നെയാണ് അതിന്റെ ഒരു അവലോകനമാണ്. രാവിലെ ബി.ജെ.പിയുടെ ജില്ലാ അധ്യക്ഷന്മാർ ചേർന്നുകൊണ്ട് അക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷവും അക്കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ആദ്യം നടക്കുക. അതാണ് പ്രധാനമായും അജണ്ടയിലുള്ളത്. പക്ഷേ ഈ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട, പ്രധാനമായും ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം തന്നെ പല കാര്യങ്ങളിലും പല തട്ടിൽ നിന്നുകൊണ്ടാണ് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത്. ഇക്കാര്യത്തിലൊക്കെ നേതൃത്വത്തിന് അതൃപ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അക്കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചർച്ചയ്ക്ക് വരും. മാത്രമല്ല, സംസ്ഥാനത്തെ നേതാക്കൾ ഒരേ വിഷയത്തിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് പല ഘട്ടങ്ങളിലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ എന്താണ് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുന്നത്? പ്രധാനമായും എയിംസ് വിഷയത്തിലായിക്കോട്ടെ, സുരേഷ് ഗോപി ഒരു നിലപാട് പറയുന്നു, മറ്റു നേതാക്കൾ മറ്റൊരു നിലപാട് പറയുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുന്നു. വേറൊരു വിഷയം എന്ന് പറയുന്നത്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറായിരുന്ന തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നേതാക്കൾ ഉന്നയിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. കാര്യം നേതൃത്വത്തിനെ പലതരത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് വന്നത്. രാജീവ് ചന്ദ്രശേഖരനെ നേരിൽ കണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ഒരുപക്ഷെ ഈ പുനഃസംഘടനയ്ക്ക് ശേഷം അതൃപ്തിയിലുള്ള നേതാക്കൾ നിലവിലെ സംസ്ഥാന നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടി ഈ വിഷയങ്ങൾ ഉയർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.